അഷ്ടവരാഹി. ഒരു വരാഹി അമ്മയുടെ ഭക്തനെ സംബന്ധിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെയായിട്ട് മറ്റൊരു പുണ്യ ദിവസം കൂടി കടന്നു വന്നിരിക്കുകയാണ്. അഷ്ടവരാഹി പ്രമാണിച്ച് നമ്മുടെ ഭാഗത്തു നിന്നും പ്രത്യേക പൂജാ പ്രാർത്ഥനകൾ ഉണ്ടായിരിക്കുന്നതാണ്. ആർക്കെങ്കിലും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ പേര്, നാള് വിവരങ്ങൾ കൃത്യമായിട്ട് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതുമാണ്. നമ്മളെല്ലാവരും തന്നെ ഒരുപാട് കഷ്ടങ്ങളും ദുഃഖങ്ങളും അനുഭവിക്കുന്നവരാണ്. ഒരുപാട് നാളായി ഒരു കാര്യം ആഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ്, പക്ഷേ ലഭിക്കുന്നില്ല. അതുപോലെ തന്നെ ജോലിയിൽ തടസ്സങ്ങൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിൽ ഒരു മുന്നേറ്റവും ഇല്ല. സമ്പാദിക്കുന്ന പണം എല്ലാം തന്നെ പോകുന്നു എന്നിങ്ങനെ ഒരുപാട് സങ്കടങ്ങൾ പറയുന്ന 8 നാളുകാരുണ്ട്. അവർക്ക് വേണ്ടിയുള്ള ഒരു പ്രത്യേക വീഡിയോ ആണ് ഇത്. സംരക്ഷിക്കാൻ വന്ന ഒരു ദേവിയാണ്. ഒരുപാട് വീഡിയോകളിലൂടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, രാജരാജ ചോരൻ ഏതൊരു കാര്യത്തിന് പോകുമ്പോഴും ആദ്യം വണങ്ങി വഴിപാട് ചെയ്തതിനു ശേഷം മാത്രമേ യുദ്ധത്തിന് പോലും പോയിരുന്നുള്ളൂ. ഇങ്ങനെയുള്ള വരാഹി രാജന് എല്ലാ സൗഭാഗ്യങ്ങളും കൊടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ ആരാധിക്കുന്നവർക്ക് ശത്രുദോഷം എന്ന ഒന്നുണ്ടാവില്ല. പ്രധാനമായും നമ്മളിപ്പോൾ അനുഭവിക്കുന്ന സകല ബുദ്ധിമുട്ടുകളും നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഇല്ലാതാവണമെങ്കിൽ നമ്മൾ വരാഹി ദേവിയെ വഴിപാടുകളും പൂജകളും ചെയ്ത് വരണം. പക്ഷേ ഒരുപാട് പേർക്ക് വരാഹി ദേവിയെ പൂജകൾ ചെയ്യുവാനും വഴിപാട് ചെയ്യുവാനും പ്രാർത്ഥിക്കുവാനും പേടിയാണ്. എങ്കിലും പ്രാർത്ഥിക്കണമെന്ന ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയാണ് ഈ പ്രധാനപ്പെട്ട കാര്യം പറയുന്നത്. നമ്മൾ ദിവസവും തുടർച്ചയായി ചൊല്ലിയാൽ ആഗ്രഹിച്ച ഏത് കാര്യങ്ങളാണെങ്കിലും അത് ഉടൻ തന്നെ വരാഹി ദേവി നിറവേറ്റി തരുന്നതായിരിക്കും. സിംഹവാഹിനിയായ വരാഹി ദേവി ഭക്തജനങ്ങളുടെ വിളിക്കായി കാതോർത്തിരിക്കുകയാണ്. അങ്ങനെയുള്ള ദേവിയെ നമ്മൾ വിളിക്കുന്ന സമയത്ത് ദേവി ഉടൻ തന്നെ നമ്മുടെ അരികിലെത്തി നമ്മുടെ പ്രശ്നങ്ങൾ അത് എത്ര വലുതാണെങ്കിലും അത് ഉടൻ തന്നെ പരിഹരിച്ചു തരുന്നതായിരിക്കും. ഞാൻ ഈ പറയാൻ പോകുന്ന മന്ത്രം പഞ്ചമി ദിവസങ്ങളിലും പൗർണമി ദിവസങ്ങളിലുമോ അമാവാസി ദിവസങ്ങളിലുമോ അതല്ലെങ്കിൽ അഷ്ടമി ദിവസത്തിലോ നമുക്ക് ചൊല്ലി തുടങ്ങാവുന്നതാണ്. ചൊല്ലുമ്പോൾ നമ്മൾ മനസ്സും ശരീരവും ശുദ്ധമായിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. രാവിലെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞ ഉടൻ തന്നെ പൂജാമുറിയിൽ ചെന്നിരുന്ന് വേണം നമുക്ക് ഈ മന്ത്രം ചൊല്ലുവാനായിട്ട്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ നമ്മൾ ഈ ദിവസം കഴിക്കാൻ പാടില്ല. 11 ദിവസമാണ് തുടർച്ചയായി ഈ മന്ത്രം ചൊല്ലേണ്ടത്. 11 ദിവസത്തേക്ക് തുടർച്ചയായി ഈ മന്ത്രം ചൊല്ലിക്കഴിയുമ്പോൾ നമ്മൾ ഏത് പ്രാർത്ഥന ദേവിയുടെ മുമ്പിലേക്ക് വെച്ചാണ് ഈ മന്ത്രം ജപിക്കുന്നത് അതിനുള്ള ഉത്തരം നമുക്ക് എന്തെങ്കിലും ഒരു രീതിയിൽ വന്നു ചേരുന്നതായിരിക്കും. ഓം അഷ്ടവരാഹി നവക എന്ന മന്ത്രമാണ്. അഷ്ടവരാഹി അമ്മയുടെ അനുഗ്രഹത്താൽ ഈ നാളുകാർക്ക് ഏറ്റവും നല്ല സമയം. കൈനിറയെ ഭാഗ്യവുമായി ശനി അനുഗ്രഹം വരുമ്പോൾ ഈ നക്ഷത്ര ജാതകർക്ക് ആയിരിക്കും കൈനിറയെ പ്രതീക്ഷിക്കാത്ത പണമൊക്കെ വന്നു ചേരും. ജീവിതത്തിലെ ഏറ്റവും നല്ല സമയം ഈ രാശിക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് സൗഭാഗ്യവും ഐശ്വര്യവും വന്നു ചേരും. ജ്യോതിഷത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ള ഗ്രഹങ്ങളിൽ ഒന്നാണ് ശനി. കാരണം ശനിയുടെ മാറ്റങ്ങൾ പല രാശിക്കാരിലും വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും. നമ്മൾ ചിന്തിക്കുന്നതും ആഗ്രഹിക്കുന്നതുമൊക്കെ ശനി ഭഗവാൻ നമ്മളിലേക്ക് തേടിപ്പിടിച്ചു കൊണ്ടുവരുമെന്നാണ് പറയപ്പെടുന്നത്. ശനി നല്ല സ്ഥാനത്താണെങ്കിൽ അനുഗ്രഹം കൂടുതലായി ലഭിക്കുകയും ശനി നമ്മുടെ കർമ്മങ്ങൾക്കനുസരിച്ച് അനുഗ്രഹം നൽകുന്ന ഗ്രഹങ്ങളിൽ ഒന്നാണ്. അതുകൊണ്ട് ആളുകൾ എപ്പോഴും ഭയത്തോടെ നോക്കിക്കാണുന്ന അനുഗ്രഹം നൽകുന്ന ഗ്രഹങ്ങളിൽ ഒന്നാണ്. ശനിയുടെ കൃപ ലഭിക്കുകയാണെങ്കിൽ രാജാവാകാൻ പോലും സാധിക്കും എന്നാണ് ഒരു പ്രത്യേകത. 12 രാശിക്കാരിലും വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും. എന്നാൽ ചില രാശിക്കാരാകട്ടെ ശനി മികച്ച ഫലങ്ങൾ കൊണ്ടുവരും. ഇത് ഏത് രാശിക്കാർക്കാണ് ഇത്തരത്തിൽ നേട്ടങ്ങളും ഭാഗ്യവും വരിക എന്ന് നോക്കാം. ഈ രാശിക്കാരുടെ സമയം തെളിയുകയും ധാരാളം സമ്പാദിക്കാനുള്ള വഴികൾ തുറക്കപ്പെടുകയും ചെയ്യും. ഈശ്വര കടാക്ഷവും ഭാഗ്യവും വളരെ അനുകൂലമായി വരുന്ന ഈ നക്ഷത്ര ജാതകർക്ക് അനുഭവങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ ഉണ്ടായിരിക്കും. ഈശ്വരാധീനവും ഭാഗ്യവും വളരെ അനുകൂലമായി വരുമ്പോൾ ജീവിതത്തിൽ എല്ലാ സുഖ സൗകര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഏതൊക്കെ നക്ഷത്രത്തിൽ ഭാഗ്യനേട്ടങ്ങൾ വരുന്നു എന്ന് നോക്കാം. അതിനു മുൻപായി നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണേ. ശനി സംബന്ധിച്ച് വലിയ നേട്ടങ്ങളുടെ സമയമാണ്. നിങ്ങൾക്ക് സമ്പത്തിൽ വളരെയധികം വർധനവുണ്ടാകും. വരുന്ന മേടക്കൂർ, അശ്വതി, ഭരണി, കാർത്തിക നാളുകാർക്ക് അപ്രതീക്ഷിതമായി പണം നിങ്ങളിലേക്ക് എത്തിച്ചേരും. അത് ലോട്ടറി ഭാഗ്യമായോ മറ്റോ ഒക്കെ ആയിരിക്കും. ഷെയറായി വസ്തുവകകളും ദാനവും ഒക്കെ ലഭിക്കുവാൻ ഈ നാളുകാർ ഏറ്റവും നല്ല സമയമാണ്. ഇതുവരെ ജീവിതത്തിൽ നിങ്ങൾ
നേരിട്ട എല്ലാ ബുദ്ധിമുട്ടുകൾക്കും പ്രയാസങ്ങൾക്കും രോഗദുരിതങ്ങൾക്കും പരിഹാരമുണ്ടാകും. തൊഴിൽ വ്യാപാര രംഗത്ത് വളരെ പുരോഗതി ഉണ്ടാകും. ബിസിനസ് ചെയ്യുന്നവർക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. വലിയ വിജയം നിങ്ങളെ തേടിയെത്തും. ഭാഗ്യം വളരെയധികം കടാക്ഷിക്കുന്ന സമയമാണ്. ഈശ്വര കടാക്ഷവും ഭാഗ്യവും വളരെ അനുകൂലമായി വരുമ്പോൾ ജീവിതം വളരെ നേട്ടത്തിന്റെയും ഐശ്വര്യത്തിന്റെയും സമയങ്ങളായിരിക്കും. പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വിധം ഭാഗ്യം വന്നു ചേരും. വർഷങ്ങളായി നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലികൾ നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ കഴിയും. ഈശ്വരാധീനവും ഭാഗ്യവും കൊണ്ട് ജീവിതം വളരെയധികം ഉന്നതിയിൽ എത്തിച്ചേരും. അതുപോലെ തന്നെ ഭാഗ്യാനുഭവങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ ഇവർക്ക് ലഭിക്കുന്നതായിരിക്കും. സൗഭാഗ്യം പൂർണ്ണമായി മുന്നോട്ടു പോകുവാൻ കഴിയുന്ന ഭാഗ്യത്തിന്റെ ഈശ്വര കടാക്ഷത്തിന്റെയും നല്ല ദിവസങ്ങളാണ് ഇവർക്ക് വരാനിരിക്കുന്നത്. അടുത്തത് മിഥുനക്കൂറിൽ വരുന്ന മകീരം, തിരുവാതിര, പുണർദം നാളുകാരാണ്. മിഥുനം രാശിക്കാർക്ക് അടിപൊളി ഭാഗ്യത്തിന്റെ സമയമാണ് സൃഷ്ടിക്കുന്നത്. വലിയ ഭാഗ്യം ഈ രാശിക്കാരെ തേടിയെത്തും. മുടങ്ങിക്കിടക്കുന്ന എല്ലാ ജോലികളും പൂർത്തിയാക്കാൻ സാധിക്കും. വിദേശത്തേക്ക് പോകുവാനുള്ള വഴികൾ നിങ്ങളിൽ തുറന്നു കിട്ടും. വിദേശയാത്രക്ക് നിങ്ങൾക്ക് വർഷങ്ങളായി ഉണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും. സാമ്പത്തികമായി മെച്ചപ്പെടുവാനും വലിയ നേട്ടങ്ങൾ നിങ്ങളെ തേടിയെത്തുവാനും ദീർഘകാലത്തേക്ക് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് കുറയുവാനും ബഹുമാനം വർദ്ധിക്കുവാനും ചിങ്ങം രാശിക്കാർ ഈ സമയത്ത് സാമ്പത്തികപരമായ നേട്ടങ്ങൾ വന്നു ചേരാനും ഒരുപാട് പണം നിങ്ങളിലേക്ക് എത്തുവാനുള്ള വഴികൾ തുറക്കപ്പെടും. അത് നിങ്ങളുടെ സാമ്പത്തിക സ്രോതസ് തന്നെ കൂട്ടുന്നതിനും ഭാവിയിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകളില്ലാതെ മുന്നോട്ട് പോകുന്നതിനും സഹായകരമാകും. ജീവിതത്തിൽ വളരെയധികം സന്തോഷവും സമാധാനവും വന്ന് നിറയുന്ന സമയമായിരിക്കും നിങ്ങളുടെ ജീവിതം. നല്ല നിലവാരവും നല്ല രീതിയിലും മാറും. അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ നേട്ടങ്ങൾക്ക് കാരണമാകും. സമൂഹത്തിൽ നിങ്ങളുടെ പേരും പ്രശസ്തിയും വർദ്ധിക്കാനും ആതുര സേവന രംഗത്ത് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് അവസരങ്ങൾ ലഭിക്കും. ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതോടുകൂടി ആഡംബര ജീവിതം ആർഭാടമായി ജീവിക്കുവാനും കഴിയും. ഇഷ്ടമുള്ള വാഹനം, വീട്, വസ്തുവകകളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുന്ന അനുകൂല സമയമാണ്. നിങ്ങളുടെ മുടങ്ങിപ്പോയ എല്ലാ കാര്യങ്ങളും പുനരാരംഭിക്കുവാനും അതൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കുവാനും കഴിയുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ വളരെയധികം നേട്ടങ്ങളോടുകൂടി മുന്നോട്ട് പോകുവാൻ കഴിയുന്ന ഭാഗ്യത്തിന്റെയും ഈശ്വര കടാക്ഷത്തിന്റെയും ദിവസങ്ങൾ കൂടിയാണ് വരുന്നത്. അടുത്തത് മകരക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരാണ്. ഉത്രാടം, തിരുവോണം, അവിട്ടം നാളുകൾ. ഈ സമയം വളരെ അടിപൊളിയായിരിക്കും ഇവർക്ക്. മകരം രാശിക്കാർക്ക് അതുപോലെ തന്നെ മകരം രാശിയുടെ അധിപനാണ് ശനി എന്ന് എല്ലാവർക്കും അറിയാം. ഈ സമയത്ത് നിങ്ങളുടെ ബാങ്ക് ബാലൻസ് ഉയരുവാൻ കാരണമാകും. വസ്തുവിൽ നിന്നും നിങ്ങൾക്ക് ലാഭമുണ്ടാക്കുവാൻ സാധിക്കും. മുടങ്ങിക്കിടന്ന ജോലി സമയത്ത് പൂർത്തീകരിക്കുവാൻ സാധിക്കും. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും വർദ്ധിക്കും. ജീവിത സൗകര്യങ്ങൾ മെച്ചപ്പെടും. മകരക്കൂറിലുള്ള നക്ഷത്ര ജാതകർക്ക് ജീവിതാഭിലാഷമൊക്കെ നേടിയെടുത്ത് സന്തോഷകരമായി മുന്നോട്ടു പോകുവാൻ കഴിയുന്ന ഭാഗ്യത്തിന്റെയും ഈശ്വര കടാക്ഷത്തിന്റെയും നല്ല സമയങ്ങളാണ്. വർഷങ്ങളായി അനുഭവിക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മാറി നല്ല അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നതിനും ആർഭാടങ്ങൾ വർദ്ധിക്കുന്നതിനും കാരണമാകും. ധാരാളം ധനം സമ്പാദിക്കാനുള്ള സ്രോതസ്സുകൾ നിങ്ങൾക്ക് തുറന്നു കിട്ടും. ഈ നക്ഷത്ര ജാതകർക്ക് അപ്രതീക്ഷിതമായി ചില സാമ്പത്തിക നേട്ടങ്ങളും അതുപോലെ പെട്ടെന്നുള്ള യാത്രകൾ ചെയ്യേണ്ട അവസരങ്ങളും വന്നു ചേരും. എന്നാൽ അവിചാരിതമായി ഉണ്ടാകുന്ന തടസ്സങ്ങളൊക്കെ മാറുകയും ചെയ്യും. പ്രണയകാര്യങ്ങൾ യാഥാർത്ഥ്യമാക്കുവാൻ നിങ്ങൾക്ക് അവസരമുണ്ടാകും. സന്താനങ്ങളുടെ കാര്യത്തിൽ സമാധാനത്തോടെ മുന്നോട്ടു പോകുവാൻ സാധിക്കും. ഗൃഹനിർമ്മാണ കാര്യങ്ങൾ അനുകൂലമാകും. വിവാഹ കാര്യങ്ങൾക്കായി ശ്രമിക്കുവാനും നല്ല ചില അവസരങ്ങൾ തേടിയെത്തുവാനും സാഹചര്യം ഒരുങ്ങും. ആർഭാടങ്ങൾ വർദ്ധിക്കുവാനും പ്രിയജനങ്ങളുടെ കാര്യത്തിൽ ആശങ്ക വർദ്ധിക്കുവാനും ഇടവരും. ഏറ്റവും നല്ല സമയം വരുമ്പോൾ കൈനിറയെ സൗഭാഗ്യമായി കൂടെ തന്നെ ഉണ്ടാകും. എല്ലാ കാര്യങ്ങളിലും ലഭിക്കുന്ന ഈ സമയം പരമാവധി പ്രയോജനപ്പെടുത്തുക. പുതിയ കാര്യങ്ങളിൽ ഏർപ്പെടുന്നതിനുള്ള സാധ്യത വർദ്ധിക്കും. സർവകാര്യ സിദ്ധിയുമൊക്കെ അനുകൂലമായി വരുന്ന ദിവസങ്ങളാണ് ഈ നക്ഷത്ര ജാതകർക്ക്. ഏറ്റവും കൂടുതൽ ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുമ്പോൾ അനാവശ്യമായ ധനത്തിന്റെ ചിലവുകൾ ഒഴിവാക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഏറ്റവും നല്ല ഭാഗ്യത്തോടും ഈശ്വരാധീനത്തോടും കൂടി മുന്നോട്ട് പോകുവാൻ കഴിയും. സൗഭാഗ്യങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ ഇവർക്ക് ലഭിക്കുന്ന സമയമാണ്. ഈശ്വരാധീനവും ഭാഗ്യവും അനുകൂലമായി വരുമ്പോൾ ജീവിതത്തിൽ എല്ലാ നേട്ടങ്ങളോടും കൂടി മുന്നോട്ട് പോകുവാനും കഴിയും. ഈ 9 ജാതകത്തിലെ ശാസ്ത്രവും കാലം പരിശോധിച്ച് ശനിയുടെ ദൃഷ്ടിയും വരാഹി അമ്മയുടെ അനുഗ്രഹവും മനസ്സിലാക്കി ആവശ്യമായ ക്ഷേത്ര വഴിപാടുകളുമൊക്കെ ചെയ്ത് മുന്നോട്ടു പോകുക. ഒരു പരിധിവരെ എല്ലാ ദോഷാനുഭവങ്ങളും മാറ്റി സന്തോഷത്തോടെ മുന്നോട്ടു പോകുവാൻ കഴിയുന്നതായിരിക്കും. അമ്മയുടെ അനുഗ്രഹം നിങ്ങൾക്കും കുടുംബത്തിനും കുഞ്ഞുങ്ങൾക്കും എല്ലാം ഉണ്ടാകട്ടെ എന്ന് വളരെയധികം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഇന്ന് പ്രത്യേക പൂജാ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ പേര്, നാള് വിവരങ്ങൾ രേഖപ്പെടുത്തിക്കൊള്ളുക. ഞാൻ കുറിച്ചെടുക്കുന്നതാണ്, ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുന്നതാണ്. എല്ലാവരെയും ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ. മറ്റൊരു അധ്യായത്തിൽ കാണുന്നിടം വരെ നന്ദി, നമസ്കാരം.